പാഹയും ചെയ്തൊരു പണി കണ്ട. എന്താ ആ വിശേഷം അവനോട് തന്നെ ചോദിക്കും. എന്താടാ സത്യം എങ്ങനെ കീറിയത്? ഇന്ന് ആരുമായിട്ട് വഴക്ക് കൂടിയത്? പറയടാ. വയക്കും വയ്യാവേരിയൊക്കെ അവർക്ക് കോഴി ബിരിയാണിയല്ലേ അതോ പാൽപ്പായസം? അല്ലേടാ രാജ മോളെ, ആ മുറുക്കാൻ കടക്കാരൻ ശങ്കരനെ ഇവൻ കല്ലെടുത്തെറിഞ്ഞു. ഒരേറല്ല 2-3 ഏറ്. ഇവനേക്കാൾ എത്ര വയസ്സിന് മൂത്തതാവൻ. ശങ്കരന്റെ തലയും പൊട്ടി മുട്ടായി കുപ്പിയുണ്ടാകും. എടാ എന്താണ് നീ അവന് ചെയ്തത്? പറയാ. കല്ലെറിഞ്ഞതല്ലുള്ളൂ, ഓൻ പറയാൻ കുത്തിക്കൊല്ലുകയായിരുന്നു വേണ്ടത്. എന്താണ് പറഞ്ഞത്? എടാ നിന്റെ ചേച്ചി സുന്ദരിയല്ലടാ, എന്തിനിങ്ങനെ കൂലിപ്പണിക്ക് പോയി കഷ്ടപ്പെടുന്നത്? ഇങ്ങോട്ട് വിളിച്ചെന്തുവാ, നല്ല ജോലി ഞാൻ കൊടുക്കാം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. കേട്ടില്ലേക്ക എന്താ ഏതാന്ന് ചോദിക്കാൻ? ഈ കുടുംബത്തിൽ ആളില്ലാത്തത് കൊണ്ട് ഓരോരുത്തർ എന്തെല്ലാം പറയുന്നു. ആരുമില്ല മോളെ, ആ ചെറ്റ പറഞ്ഞത് അത്ര കാര്യമാക്കണ്ട. പിന്നെ കുടുംബത്തിൽ ആളില്ലല്ലോ എന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാനിവിടെ ഉണ്ടല്ല. കാതിരെന്ന് പറയുന്ന ഒരാൾ ഈ നാട്ടിൽ നടപ്പുണ്ടല്ല. മോളെ, നിന്റെ അച്ഛൻ എന്നെ വെറൊരു ചെങ്ങാതിയായിട്ടല്ല കണക്കാക്കിയേക്കണം, ഈ കുടുംബത്തിലെ ഒരാളായിട്ടാ. നിന്റെ അച്ഛൻ മരിച്ചുപോയെങ്കിൽ ഞാനിവിടെ ജീവനോടെ ഉണ്ടല്ല. എടാ രാജ, നിനക്ക് പിടിക്കാത്ത ആരെങ്കിലും പറഞ്ഞാ നീ എന്നോട് വന്ന് പറ, ഞാൻ ചോദിച്ചോളാം. എടാ, നാട്ടുകാരെ കൊണ്ട് തല്ലുകൊള്ളി എന്നല്ല പറയിപ്പിക്കേണ്ടത്, നല്ലോനെന്നാ പറയിപ്പിക്കേണ്ടത്. നിന്റെ അനിയൻ വിജയനെ കണ്ടില്ല? അവൻ വല്ല വഴക്കിനാ തല്ലിനാ കുണ്ടാവണ്ടിക്കാ പോണ്ടടാ. നമുക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. മോള് ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? പോണേക്ക, ഞാൻ പോകാൻ ഒരുങ്ങുമ്പോഴേക്കാ വന്നത്. ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് വരാം. എടാ വിജയ, രണ്ടുപേരും അമ്മയെ നല്ലതുപോലെ നോക്കണം. നീ ഇനി വഴക്കിനൊന്നും പോകരുത്. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. പോയിട്ട് വന്നോളെ. മുതലാളി, ഇന്നലെ 43 പേര്. എടാ വാസു, അവളുടെ വരവ് കണ്ടില്ലേ? അന്നനടന്നല്ലേ വരുന്നത്? അതെ, അന്നനട, അരയന്ന നട. അവളൊരു സുന്ദരി തന്നെയാ. മുതലാളി, ഇവിടെ ഉള്ളവരിൽ വെച്ച് അവള് മാത്രമാണ് അരയന്നം, ബാക്കിയുള്ളതെല്ലാം വെറും താറാവുകളാണ്. നീ അവളെ ഒന്നിങ്ങോട്ട് വിളിച്ചേ. ഇതേ മുതലാളി എന്നെ വിളിക്കുന്നു. വരൂ വരുന്നേ. സീതേ, എന്താ ഇത്ര താമസിച്ചത്? എന്നും ഇങ്ങനെ വൈകിയാണല്ലോ ജോലിക്ക് വരുന്നത്? അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നത് കൊണ്ടാ. അമ്മയ്ക്ക് സുഖമില്ലേ? ഇന്നലെന്താ പറയാതിരുന്നത്? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. സീതേ, അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നു. എന്തിനാ ജോലിക്ക് വരുന്നത്? ആവശ്യമുള്ള പണം ഞാനിങ്ങോട്ട് എത്തിച്ചു തരുമായിരുന്നല്ലോ. അതൊന്നും വേണ്ട, ഞാൻ ജോലി ചെയ്തതിനുള്ള കൂലി തന്നാൽ മതി. നീ ഇങ്ങനെ കൂലിവേല ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെപ്പോലൊരു പെണ്ണ് ഇങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ലെന്ന്. എന്തിനാണ് എന്നെ വിളിച്ചത്? സീതേ, നിന്നെ പോലുള്ളവരൊക്കെ ഇത്തരം ജോലിക്കൊന്നും വരരുത്. നീ വെറുതെ ഇരിക്കുന്നതാണ് മുതലാളിക്ക് ഇഷ്ടം. ഏത് വീട്ടിൽ? മുതലാളി വിളിച്ചാൽ അതിന് താനേ വേറെ ആരെങ്കിലും അന്വേഷിച്ചാൽ മതി. ഞാൻ പാവപ്പെട്ടവളാണ്. എന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് കൂലിപ്പണിക്ക് വന്നത്. പാവങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യരുത്. അവള് പെണ്ണിക്കളയാണല്ലോടാ. കറക്കാൻ ചെല്ലുമ്പോഴേത് പശുവും ആദ്യമൊക്കെ നെടയും മുതലാളി. പതൊക്കെ ഒന്ന് ചൊറിഞ്ഞു കൊടുത്താ മതി, ചേരത്തും. ബിജിന് കുറച്ചുകൂടെ വിളമ്പട്ടെ? വേണ്ട ചേച്ചി, എനിക്ക് മതി. എനിക്ക് കുറച്ചുകൂടെ വേണം. രണ്ടുപേരും വേഗം വളർന്നു വലുതായി ഈ കുടുംബം രക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഞാൻ വേഗം വലുതാവും, എന്നിട്ട് അമ്മയും ചേച്ചിയും ഞാൻ നല്ലോണം നോക്കും. ഇവനേക്കാൾ മുമ്പ് ഞാൻ വലുതാവും, എന്നിട്ട് ജോലി ചെയ്ത് പണമുണ്ടാക്കി ചേച്ചിയുടെ കല്യാണം കേമമായി നടത്തും. അപ്പോഴേക്കും ഞാൻ കിഴവിയായി പോവില്ലേ? പിന്നെ എന്നെ ആരെങ്കിലും കല്യാണം കഴിക്കോ? ഇതൂടെ കുടിക്കുമേ. രൂപ കുറച്ച് കൂടുതലുണ്ട്. അമ്മ സുഖമില്ല കിടക്കല്ലേ, ഇതാ കൊണ്ടുപോയിക്കൊള്ളു. 10, 15, 20. വേണ്ട, ജോലി ചെയ്ത കൂലി മാത്രം മതി. മുതലാളിയുടെ കൈകൊണ്ട് വരുന്നതല്ലയോ, കൊണ്ടുപോയിക്കോടി. അതിന് വഴി ഉണ്ടാക്കാം മുതലാളി.
എന്നെ മനസ്സിലായില്ലേ? നിന്റെ ഒരു ചേച്ചിയാണെന്ന് കരുതിക്കൂ. ചേച്ചിയോ? ഏതോ അങ്ങനെ ചേച്ചി? ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ലല്ലോ. നിന്നെ ഇത്ര എളുപ്പം മുതൽ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ. വരൂ, അമ്മ അകത്തുണ്ട്. അമ്മ ഞാൻ പിന്നെ കണ്ടോളാം. നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ഒന്ന് മാറി നിൽക്കടാ കൊച്ചേ, ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. സ്വകാര്യം? എന്താ കാര്യം? നമ്മളെപ്പോലെ കുറച്ച് അന്തമുള്ള കുടുംബക്കാർക്ക് ചേർന്നതാണോ ഈ കൂലിപ്പണി? ആ മേനൻ അദ്ദേഹം പറഞ്ഞാ ഞാൻ ഇറങ്ങിയത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അതിനൊക്കെ വഴിയുണ്ടാക്കാം. ആ മേനൻ അദ്ദേഹത്തിന് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുക. ഇതാ അദ്ദേഹം തന്നയിച്ചതാ. നാളെ വീട്ടിലേക്കൊന്ന് വരണം, കാറയച്ചു തരാം. ഇതിനാണല്ലേ ചേച്ചി നമ്മിവിടെ വന്നത്? സീതേ, മുതലാളിയെ പിണക്കാതിരുന്നാൽ നിനക്കും നിന്റെ അമ്മയ്ക്കും അനുജന്മാർക്കും സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ ജീവിക്കണ്ട ഞങ്ങൾക്ക്. മര്യാദയ്ക്ക് പോ അവിടുന്ന്. ഇല്ലെങ്കിൽ ആഹാ, തൊലിയോടെ കൊണ്ടൊന്നും കണ്ട് അഹങ്കരിക്കൊന്നും വേണ്ട. നിഷേധിച്ചാൽ അനുഭവിക്കും. അടുത്തവന് തലയ്ക്കാ. നിങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കൂടാ. നിങ്ങളാണോ? പിന്നെ അല്ലാതാരാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ കൊണ്ടുപോകാൻ. അല്ലാതെ എന്തിനാ? ദയവായി ഇവിടെ നിന്ന് പോകൂ. വെറുതെ ഞങ്ങൾ ഉപദ്രവിക്കരുത്. നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയല്ലേ മുതലാളി വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് പുറത്തു പോകുന്നതാ നല്ലത്. ആ, അയ്യോ, ആ, അയ്യോ, അമ്മേ, ചേച്ചി. തീരെ തീരെ മോനെ മോനെ വിജയ അതിലേക്ക് പറ്റി. ചേച്ചിയും ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. ആരാപ്പാ? ആരാ മോനെ? അവർ രണ്ടുപേരുണ്ടായിരുന്നു. കൊല്ലൊന്നും പറഞ്ഞേക്കാ കൊണ്ടുപോയത്. എന്റെ കേക്കരുത് മോനെ. അവരെ കണ്ട ഒരിക്കൽ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയും ഇക്ക. എവിടെ വെച്ച് കണ്ടാലും അറിയും. ഞാൻ അവരെ നന്നായിട്ട് കണ്ടുവയ്ക്കാം. മുമ്പ് ശ്രമിക്കാണ്ടില്ല. അമ്മേ, ചേച്ചി ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. അമ്മേ, ചേച്ചി ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. അമ്മേ, അമ്മേ, അമ്മേ. ഇതുവരെ നിന്നെ വെറുതെ വിട്ടില്ലേ? നീ എങ്ങനെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്റെ മാനഭംഗപ്പെടുത്തരുത്. അയ്യോ, എന്റെ മാനഭംഗപ്പെടുത്തരുത്. ശരി, കഴിയുന്നത് വേഗം അവരെ കണ്ടുപിടിക്കാം. ഇപ്പോൾ പൊയ്ക്കോളൂ. ചേച്ചിയും ചേട്ടനെയും കണ്ടുപിടിക്കും അവര്. മോൻ വിഷമിക്കാണ്ടിരി. എവിടെ ഉണ്ടെങ്കിലും അവർ കണ്ടുപിടിക്കും. ഇക്ക, ചേച്ചിയും ചേട്ടനെയും കൊണ്ടുപോയവരെ കണ്ടാൽ ഞാൻ കത്തി കൊണ്ട് കുത്തിക്കൊല്ലും. അരുത് മോനെ, അങ്ങനെയൊക്കെ പറയല്ലേ. നല്ല കുട്ടികൾ അങ്ങനെയൊന്നും പറയൂല.
മോൻ നല്ല കുട്ടിയാവണം, നല്ല പോലെ പഠിച്ച് നല്ലവനായിട്ട് വളർന്ന് ഒരു വലിയ ആളാവണം. വാ, ഇന്നു മുതല് ഇത് നിന്റെ വീടാണ്. മോൻ വിഷമിക്കാൻ മോനെ പടച്ചുവണ്ടിച്ച് എല്ലാവരും വിട്ടുകൊടുത്താൽ മതി. പടച്ചുവൻ എന്ന് പറഞ്ഞ ആരാ? ദൈവം. അതെ, കൊല്ലാനും വളർത്താനും ശിക്ഷിക്കാനും രക്ഷിക്കാനും ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ബുദ്ധിയുള്ളവന് ഈ ദുനിയാവില് എന്ത് കാര്യം നേടാം. മോനോട് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഒരു കാട്ടില് ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അതിനെ അകറ്റാൻ ഒരു മുയല് തീരുമാനിച്ചു. സിംഹരാജാവേ, സിംഹരാജാവേ, ഈ കാട്ടിലെ മഹാരാജാവ് നിങ്ങളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങളെക്കാൾ വലിയൊരു രാജാവിനെ ഞാൻ കണ്ടു എന്ന് മുയല് പറഞ്ഞു. എവിടെയാടാ എന്ന് സിംഹകാലറി. വാ, കാണിച്ചു തരാമെന്നും പറഞ്ഞു മുയല് സിംഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വെള്ളത്തിൽ സിംഹത്തിന്റെ നിഴല് കാണിച്ചു കൊടുത്തു. അലറിക്കൊണ്ട് സിംഹം വെള്ളത്തിലൊക്കെ ഇട്ട് ചാടി മുങ്ങിച്ചത്തുപോയി. അത്ര വലിയൊരു സിംഹത്തെ ഒരു ചെറിയ മുയല് തോപ്പിച്ചു കളഞ്ഞു. അതാണ് ബുദ്ധി. മോനിക്ക് മനസ്സിലായ? അങ്ങനെ ഇന്നലെ രാത്രിയില് ഇവളിവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. എന്നിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, പിടിച്ചു മുറിക്കാത്തിട്ട് പൂട്ടി ഞാൻ. നീ ഇവിടുന്ന് കടന്നളയാൻ ശ്രമിച്ചു അല്ലേ? നിന്നെ ഇവിടെ സാധിക്കുമോ? നമുക്ക് ഓടി. ഒരു കാര്യം നീ ഓർത്തോണം, നിന്റെ അനിയനുണ്ടല്ലോ, ആ തെമ്മാടി ചെറുക്കൻ, അവൻ എന്റെ കയ്യിലാ. നീ ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിച്ചാൽ ആ സെക്കൻഡിൽ അവനെ ഞാൻ കൊന്നു കുഴിച്ചു കൂടും. ഓർമ്മയിരിക്കും. എന്താ ഒന്നും പറയാത്ത? നിനക്ക് പോണ ഇവിടുന്നല്ലേ? വേണ്ട, എന്റെ അനുജനൊന്നും ചെയ്യരുത്. ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. എങ്കിൽ നിനക്ക് തന്നെ നല്ലത്. ഈ പങ്കജാശി, മറ്റുള്ളവരൊക്കെ അവിടെ വിളിക്കില്ലാത്തിനെ. എടി, ഇങ്ങോട്ട് വരീ, ഇങ്ങോട്ട് വരീനടി. എടി, നിങ്ങളിൽ ആർക്കെങ്കിലും ഇവിടുന്ന് ഒളിച്ചോടി പോണോ? എടി, പോണോ? ഇവിടെ വരുന്നവരോട് മര്യാദയായിട്ട് പെരുമാറിയില്ല എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെയൊക്കെ എലി ഞാൻ ഒടിക്കാൻ പറഞ്ഞേക്കാം. ആ പങ്കജാശി, ഇന്ന് വൈകിട്ട് ഞാനിവിടെ വരും. എന്റെ കൂടെ വിശേഷപ്പെട്ട ഒരു അതിഥിയുണ്ടായി. എല്ലാം ഒരുക്കി വെച്ച്. ഓ, എല്ലാം വേണ്ടതുപോലെ ഒരുക്കി വെച്ചേക്കാം.